Namaskaram. A very happy and prosperous new year to all my viewers and well-wishers. എല്ലാവരും വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇതിനു വേണ്ടി എല്ലാ നന്ദിയും ഞാൻ ഇപ്പോൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മളൊരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. പഴയതിലും കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ്. ഇപ്പം ഇത് ആക്ച്വലി നിങ്ങൾക്കറിയാം എൻ്റെ ഒരു ചികിത്സാവിധി എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം നല്ല ഒരു രൂപം കിട്ടിക്കാണും. അതായത് നമ്മൾ പ്രായമാവും തോറും ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും ഉണർവോടെയും സന്തോഷത്തോടെയും സൗന്ദര്യത്തോടെയും നമുക്ക് ശിഷ്ടകാലം ജീവിക്കാം. അത് അസുഖങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ് ഞാൻ എൻ്റെ ഓരോ വീഡിയോസിലും പറയുന്നത്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അതിനകത്തുള്ള കണ്ടൻറ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളതാണ്. നമുക്ക് യു ക്യാൻ ഏജ് ഗ്രേസ്ഫുള്ളി, യു ക്യാൻ ഡൈ പീസ്ഫുള്ളി ഇൻ ബിറ്റ്വീൻ, യു ക്യാൻ മെയിൻറ്റെയിൻ 24-hour എനർജി ലെവൽ ബൈ പ്രിവെൻറ്റിങ് ഓൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. ചെറിയ കാര്യങ്ങൾ നമ്മളുടെ ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും എല്ലാ ദിവസവും നോക്കി പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് യു ക്യാൻ ലീഡ് ആൻ അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ആൻഡ് ഹെൽത്തി ലൈഫ്. ഓക്കെ, ഈ ഒരു ഇൻട്രൊഡക്ഷനോടുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് 1-ാം തീയതി ദൈവത്തിൻ്റെ നിയോഗം പോലെ ആ ദിവസം ഞാൻ വീഡിയോ ഇടുന്ന ദിവസവുമായി. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ തികച്ചും വ്യത്യസ്തമാണ്. അത് പഴമയും പുതുമയും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു വീഡിയോ. 2 തരം റെസിപ്പീസ് ഉണ്ട് ഇതിനകത്ത്. അതൊന്ന് നമ്മൾ പഴയ കാലത്തിലേക്കൊന്ന് പോയാലോ? ആലോചിച്ച് നോക്കുക. പണ്ട് ഇങ്ങനെ ഇത്രയും ആശുപത്രികളുണ്ടോ, ഇത്ര അസുഖങ്ങളുണ്ടോ, എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. വളരെ സെൻസിബിളായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ജീവിച്ചിരുന്ന ഒരു പഴയ തലമുറയ്ക്ക് പകരം ഇപ്പോൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന രീതിയിൽ ശിഷ്ടജീവിതം പോകുന്ന ഒരു തലമുറയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും പഴമ കംപ്ലീറ്റ് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നുള്ളൊരു മെസ്സേജ് ഇവിടെയുണ്ട്. ഞാനപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പം ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മുടെ മൈക്രോഫ്ലോറയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ 95% പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അതിനുള്ള ഭക്ഷണം നമ്മളിപ്പം ഈ പുതിയ തലമുറ കൊടുക്കുന്നില്ല. പഴയ തലമുറയാണെങ്കിൽ അതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുട്ടിയായി നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് നടക്കുക. അതോടൊപ്പം നമ്മൾ ശരിക്ക് കുറിക്കൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കഴിക്കും. വീട്ടിൽ നിന്നൊക്കെ ചിലപ്പം പൈസയൊക്കെ കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വഴി അരികിൽ കടകളുണ്ട്, ചെറിയ പെട്ടിക്കടകൾ. അവിടെ ഇരിക്കുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? മാങ്ങ ഉപ്പിലിട്ടത്, അതുപോലെ തന്നെ പുളിഞ്ചിക്ക ഉപ്പിലിട്ടത്, നെല്ലിക്ക ഉപ്പിലിട്ടത്. ആലോചിക്കുക. ഞാനിപ്പോൾ നിങ്ങളോട് പിക്കിൾഡ് വെജിറ്റബിൾ എന്ന് പറഞ്ഞില്ലേ, അതേ സാധനമാണ് അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നത്. ജസ്റ്റ് ഇമാജിൻ. ഞാനിപ്പോൾ ഇതിങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുമായിരുന്നു എത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു നമ്മുടേത്. കപ്പലണ്ടി മുട്ടായി, അതുപോലെ തന്നെ പൊരികടല, ഇവയൊക്കെ എത്ര ടേസ്റ്റി ആയിട്ട് എത്രയോ രുചികരമായിട്ട് നമ്മൾ കഴിച്ചു. നമുക്ക് അന്ന് ഫ്രൈഡ് ഐറ്റംസ് അറിയത്തില്ല, നമുക്ക് ബേക്കറി ആയിട്ട് അറിയത്തില്ല, ബ്രെഡ് അറിയത്തില്ല, അതുപോലെ കേക്ക് അറിയത്തില്ല. ഇതൊക്കെ ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ വളരെ റെയറായിട്ട് നമ്മൾ കഴിക്കും. ഈ റെയറായിട്ട് കഴിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എല്ലാ ദിവസവും ഇത് റെഗുലറൈസ് ചെയ്താലാണ് പ്രശ്നമെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തലമുറ. അത് കഴിഞ്ഞിട്ടോ വീട്ടിലാണെങ്കിലോ അമ്മയൊക്കെ താഴെ ഇരുന്നിട്ടാണ് പാചകം ചെയ്യുന്നത്. അപ്പോൾ എഴുന്നേക്കാൻ നിൽക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം താഴെ ഇരുന്നാണ്. അപ്പം നമുക്ക് എപ്പോഴും എല്ലാ ജോയിൻസിനും ഫ്ലെക്സിബിലിറ്റിയാണ്. ഈ സംഭവം ഇപ്പം ഇല്ല. അതിന് പകരമാണ് ഹെൽത്ത് ക്ലബ്ബുകൾ. അത് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ മോഡേൺ സാങ്കേതിക വിദ്യകൾ അവനവന് വില്ലനാവുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. മാത്രമല്ല ഒക്യുപ്പേഷണൽ ഹസാർഡ്, സമയം കിട്ടത്തില്ല. എല്ലാവരും ഫാസ്റ്റ് ലൈഫാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ശരീരത്തിന് നമ്മുടെ മനസ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണമെന്നുള്ള ഏറ്റവും വലിയൊരു മെസ്സേജ് ഇതിനകത്തുണ്ട്. ഇപ്പം ഇതുപോലെ തന്നെ ഈ പറയുന്ന ഒരു കാലഘട്ടം അങ്ങോട്ട് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സെഡൻറ്ററി ആയിട്ട് ജോലി ചെയ്യുന്നു, ഇരുന്നുകൊണ്ടുള്ള ജോലി. വീട്ടിൽ വന്നു കഴിഞ്ഞാലോ TV-യുടെ മുന്നിൽ റിമോട്ടിനകത്ത് എല്ലാം ഈ ഒരു വിരൽത്തുമ്പിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ഒരു മൊബിലൈസേഷനും ഇല്ല. ഇത് മാറണം. ഇത് മാറിയേ പറ്റൂ. ഇന്ന് ഒരു റെസൊല്യൂഷൻ ആരൊക്കെ എടുക്കുന്നു എന്ന് തന്നെ അറിയിക്കണം. എന്നിട്ട് നമുക്ക് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അതിനകത്തു നിന്നുള്ള വെയിറ്റ് കൂടിയവർക്ക് വെയിറ്റ് കുറയ്ക്കണം, വെയിറ്റ് കുറഞ്ഞവർ വെയിറ്റ് കൂട്ടണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ വീഡിയോസിൽ നിങ്ങൾക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് ഇതിനകത്ത് കിട്ടും. ഡെഫിനറ്റ്ലി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഞാൻ ഇന്ന് ചെയ്യുന്നത് 2 റെസിപ്പീസാണ്. ഒന്ന്, പഴങ്കഞ്ഞി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിക്കിൾഡ് വെജിറ്റബിൾ എന്ന് പറഞ്ഞ
ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്ത് ചേർത്തിട്ടൊരു പഴങ്കഞ്ഞിയാണ്. പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ രാത്രി ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ റൈസ്, അത് നല്ല ഓർഗാനിക് റൈസ് ആയിരിക്കണേ, ദയവ് ചെയ്ത് ഈ വിഷം ഒന്ന് മാറ്റി വയ്ക്കണം. ഇപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഞങ്ങൾ എവിടെ നിന്ന് ഓർഗാനിക് റൈസ് എടുക്കും മാഡം എന്ന് ചോദിക്കും. എനിക്കറിയാം സ്വാഭാവികമായ ചോദ്യമാണ്. എങ്കിൽ കൂടിയും മാക്സിമം നമ്മൾ കുറച്ച് ഇപ്പം മാർക്കറ്റിൽ കിട്ടും, ഒരു 10-20 രൂപയുടെ വ്യത്യാസം വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് മേടിക്കുക. അല്ല ഒന്നും ഇല്ലെങ്കിൽ സാധാരണ ചോറായാലും മതി, അത് കുറച്ച് തവിടുള്ള അത് വേവിച്ച ചോറ് 2 ടേബിൾ സ്പൂൺ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മളുടെ പിക്കിൾഡ് വെജിറ്റബിൾ, ഇപ്പം ഞാൻ ഇതിനകത്ത് ചേർത്തെന്ന് പറയും, നിങ്ങൾക്കറിയാമോ ഈ ലവ്ലോലിക്ക എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഉപ്പുമിട്ട്, ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എടുക്കാം. നമ്മൾ നേരത്തെ ചെയ്യുന്ന പിക്കിൾഡ് വെജിറ്റബിൾ ഇല്ലേ, ബീട്രൂട്ട്, ക്യാരറ്റ്, കോവയ്ക്ക, അതെല്ലാം കൂടെ ഇട്ട് വെള്ളത്തിലിട്ട് കുതിർക്കല്ല വെള്ളത്തിലിട്ട് വെച്ചിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലിട്ട് ഉപ്പ് ഇട്ടിട്ട് 2 ദിവസം വയ്ക്കാം. 2 ദിവസം പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലോട്ടെടുത്ത് വയ്ക്കുക. അതിനകത്തു നിന്നുള്ള വെള്ളം, ആ വെള്ളമാണിത്. അതായത് പിക്കിൾഡ് ജ്യൂസ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അത് ഒരു ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ജ്യൂസും ഈ ചോറും വെള്ളവും കൂടെ തലേന്ന് വെച്ചാൽ മതി. ഓക്കെ, തലേന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കുടിക്കുക. ഈ വയറിൻ്റെ പ്രശ്നങ്ങൾ, അതായത് മൈക്രോഫ്ലോറയുടെ ഫുഡെന്ന് പറയുന്ന സംഭവമാണിത്. റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചാണ് ഇതിനകത്ത്. അതായത് നമ്മൾ ഇതിനകത്തിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് പെട്ടെന്ന് ദഹിച്ചു പോകില്ല. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കൺവേർഷനിലൂടെ അത് വളരെ സാവധാനമേ നമ്മളുടെ ബ്ലഡ് ഷുഗർ കൂട്ടുകയുള്ളൂ. അങ്ങനെ 2 ഗുണമാണ് ഇതിനുള്ളത്. നിങ്ങൾ കഴിയുന്നതും ഈ പഴങ്കഞ്ഞി, പഴയ ആളുകളെല്ലാം കഴിക്കുന്നല്ലായിരുന്നു പഴങ്കഞ്ഞി ആണോ? അപ്പോൾ അത് കഴിച്ചിട്ടാണ് പറമ്പിൽ പണി ചെയ്യാൻ പോകുന്നത്. അത് ഓർക്കുക. അത്രയ്ക്ക് മോസ്റ്റ് അബ്സല്യൂട്ട്ലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ആഹാരമാണ് പഴങ്കഞ്ഞി. ഈ പഴങ്കഞ്ഞിയെ ഇത്രയും നാൾ നിങ്ങൾ ഇപ്പം എന്നോട് ചോദിക്കും മാഡം ഇത്രയും നാൾ ഞങ്ങൾ പരിചയപ്പെടുത്തിയില്ലയോ എന്ന് ചോദിക്കും. ഈ പറയുന്നത് പോലെ നമ്മൾ ഓരോ കാര്യങ്ങളും കൂടുതൽ മനസ്സിലാക്കി വരുമ്പോഴാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ ജനതയ്ക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ മനസ്സിലായി വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും താമസിച്ചത്. അപ്പം ഞാനിത് ഇച്ചിരി അങ്ങ് കുടിക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ ബദാമൊക്കെ കഴിക്കുന്ന കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടാണ്. എന്ത് രസമെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ദിവസവും കുടിക്കാൻ നോക്കുക. പിന്നെ ഇതിനകത്ത് ഈ പഴയത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തണുത്തിരിക്കുന്നത് കഴിക്കുമ്പം ചില ആൾക്കാർക്ക് ചുമ, ശ്വാസം മുട്ടൽ അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. തണുത്തിരിക്കുന്നത് കഴിക്കുന്നത് ചിലർക്ക് പിടിക്കത്തില്ല. അപ്പോൾ കഴിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇത് വളരെ സുഖകരമായ ഒരു ഫീലിംഗ് ആണ് വയറിനകത്ത് കിട്ടുന്നതെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക എല്ലാ ദിവസവും ഇതുപോലെ വെള്ളം. ഇപ്പോൾ ചോറ് തന്നെ കഴിക്കണമെന്നില്ല, ഈ വെള്ളം കുടിച്ചാൽ മതി, നല്ല രുചിയാണ്. ഇതാണ് നമ്മളുടെ പഴങ്കഞ്ഞി. മനസ്സിലായല്ലോ. ഇനി അടുത്തത് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അത് ഇനി വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 4 ചേരുവകൾ മതി. ഓക്കെ, ഇത് ഏത് ഡയബറ്റിക് പേഷ്യൻസിനാവട്ടെ, ഹൈപ്പർടെൻസീവ് പേഷ്യൻസിനാവട്ടെ, നമ്മുടെ ഫാറ്റി ലിവറുള്ള ഒബീസിറ്റി എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് കോക്കനട്ട് പുഡിങ്ങാണ്. തേങ്ങ പാൽ വെച്ചിട്ടുള്ള പുഡിങ്. അപ്പോൾ തേങ്ങാപ്പാലാണ് ഈ എടുത്തിരിക്കുന്നത്. അത് ശരിക്കും ഒരു 250 ml തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ 1 ടേബിൾ സ്പൂൺ ഡബിൾ ബോയിലിങ്ങിൽ അലിച്ചെടുക്കണം. എനിക്ക് സമയം കുറവായതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നേരമായി, അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കാണിക്കുകയാണ്. ജെലാറ്റിൻ കണ്ടോ, ഈ ജെലാറ്റിനാണ് നമുക്ക് ഡബിൾ ബോയിലിംഗ് രീതിയിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും വെച്ചിട്ട് ഉരുക്കി ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട്, അത് കഴിഞ്ഞ് ഇത് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അറിയാമല്ലോ, ചോളത്തിൻ്റെ പൊടി, അത് മാർക്കറ്റിൽ കിട്ടും. ഇതെല്ലാം മാർക്കറ്റിൽ കിട്ടും. പിന്നെ ഇതിനകത്ത് ഞാൻ മധുരത്തിന് ചേർത്തത് മോങ്ക് ഫ്രൂട്ടാണ്. ഇതല്ലെങ്കിൽ സ്റ്റീവിയ പൗഡർ, വൈറ്റ് പൗഡറും ഉപയോഗിക്കാം. ഇത് ആവശ്യത്തിന് നിങ്ങളുടെ മധുരം എത്ര വേണം ആ ഒരു ആവശ്യത്തിന് അതിൻ്റെ കണക്കനുസരിച്ച് ഉപയോഗിച്ചാൽ മതി. വളരെ കുറച്ച് ചേർത്താൽ മതി. ഒരു 2 ടീസ്പൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മധുരം കാണും. അപ്പോൾ അത് നിങ്ങളുടെ മധുരം എത്ര വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ച് പാചകം ചെയ്യണം. അടുപ്പിൽ വെച്ച് ചൂടാക്കി തിളപ്പിച്ച്, അപ്പോൾ തിളച്ച് വരുമ്പം ഇതിങ്ങനെ കുറുകി വരും കേട്ടോ. പാചകം ഉണ്ട് ഇതിനകത്ത്. എന്ന് വെച്ചാൽ ഈ കോൺഫ്ലവറും അതുപോലെ ജെലാറ്റിന് പാചകം ഒന്നുമില്ല, അത് ശരിയായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുക. ഈ കോൺഫ്ലവർ കുക്ക് ചെയ്ത് വരണം. അതൊന്ന് വെന്ത് വരുമ്പോഴാണ് ഇതൊന്ന് കുറുകി വരുന്നത്. ഈ പുഡിങ് കൺസിസ്റ്റൻസി കിട്ടണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇത്രയും കൂടെ നമ്മൾ ശരിയാക്കി തണുത്ത് കഴിയുമ്പം
ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഫ്രീസറിൽ കയറ്റരുത്. താഴത്തെ തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അത് സെറ്റാവും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം. വൈകിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ റെഡി ആയിരിക്കും. അങ്ങനെ തയ്യാറാക്കി വെച്ചതാണ് ഈ പുഡിങ്. കണ്ടോ, പുഡിങ്ങിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ എടുത്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ അതിന് ഒരു ടോപ്പിംഗ്, ഒരു ഡെക്കറേഷൻ സാധനം ഞാൻ തയ്യാറാക്കിയത് തേങ്ങാപ്പൊടിയിൽ നമ്മൾ തേങ്ങാപ്പീര ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇത് നമ്മൾ സാധാരണയുള്ള ഓവനുണ്ടല്ലോ അതിനകത്ത് ഇത് തേങ്ങ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ലേശം വേണം പഞ്ചസാര ചേർക്കാം. പഞ്ചസാര എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രൗൺ പഞ്ചസാര ചേർക്കാവൂ വേണമെങ്കിൽ, അതല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇത് നമ്മൾ ഒരു ഓവൻ്റെ അകത്ത് ജസ്റ്റ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ നിറം മാറരുത്, അതിൻ്റെ വെള്ളം പോകണം. എന്നിട്ട് അവസാനമാകുമ്പം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്ത് ശകലം ഒഴിക്കണം. അതാണ് ഈ കളർ ഇങ്ങനെ കിട്ടിയത്. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആ ചൂടോടെ ഒഴിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഈ കളറും കിട്ടും, അതിൻ്റെ ന്യൂട്രീഷനും കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പിംഗ്. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. കഴിക്കേണ്ടതും ഇങ്ങനെ തന്നെ. ഇപ്പം ഇതിനകത്തുള്ള പ്രത്യേകതകൾ, നമ്മൾ പശുവിൻ പാൽ, ഞാൻ എപ്പോഴും പറയും പശുവിൻ പാൽ പ്രോബ്ലമാണ്. പശുവിൻ പാൽ നമ്മൾ മാറ്റി ഒഴിവാക്കിയിട്ടുണ്ട്. തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത്. നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്താൽ മതി. കോൺഫ്ലവർ വളരെ നല്ലതാണ്, ശരീരത്തിന് കേടുപാടുകളൊന്നും വരില്ല. പിന്നെ വളരെയധികം കൂടുതലായിട്ട് തൈറോയ്ഡ് പേഷ്യൻസ് കഴിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ എന്ന് വെച്ചാൽ ഈ കോണിനകത്ത് ചില കാര്യങ്ങളുണ്ട് തൈറോയ്ഡ് രോഗികൾക്ക് കഴിക്കാൻ പാടില്ലാത്തത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഉള്ളത് ജെലാറ്റിനാണ്. നിങ്ങൾക്കറിയാമല്ലോ, ജെലാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളാജൻ ഉണ്ടാവാൻ, ശരീരത്തിന് എന്താ പറയുക, നല്ല സ്കിൻ വരാൻ, നല്ല മുടി വരാൻ, നല്ല പല്ലും എല്ലാം വരാൻ, ജോയിൻസ്, ടെൻഡൻസ് എല്ലാത്തിനും വേണ്ടതാണ് കൊളാജൻ. അപ്പോൾ ആ കൊളാജൻ്റെ പ്രിക്കഴ്സർ കൊളാജൻ ഈ ഒരു ജെലാറ്റിനകത്ത് നിന്നാണ് അതിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ ഉൽപ്പാദനം. അതുപോലെ ഇതിനകത്ത് പിന്നെ ചേർത്തിട്ടുള്ള മോങ് ഫ്രൂട്ട്, മധുരത്തിന് വേണ്ടിയിട്ട്. മോങ് ഫ്രൂട്ട് എന്ന് പറയുന്നാൽ കലോറി ഇല്ല, പക്ഷേ മധുരമുണ്ട്. പിന്നെ അപ്പോൾ ഇത് എത്ര ഹെൽത്തിയാണ്. ഹെൽത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണെന്ന് ആലോചിക്കണം. അത്രയ്ക്ക് അടിപൊളി പുഡിംഗാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വിവരങ്ങൾ എന്നെ അറിയിക്കുക എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. നിങ്ങൾ ഇതുപോലത്തെ പുഡിംഗ് തയ്യാറാക്കി കഴിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഡെലീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലൻറ്റ് ടേസ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും. എനിക്കിത് മുഴുവൻ കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ ഇതിപ്പോൾ രാവിലെയാണ്, അതുകൊണ്ട് അത്ര ശരിയല്ല ഇപ്പോൾ കഴിക്കുന്നത്. എൻ്റെ ബദാമും പഴവും ഒന്നും കഴിച്ചതുമില്ല, അതുകൊണ്ട് നമുക്ക് നിർത്താം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ വളരെ യൂസ്ഫുള്ളാണ്, വളരെ ഹെൽത്തിയാണ്. എല്ലാ അർത്ഥത്തിലും ഈ ഒരു പുതുവർഷം നമുക്ക് തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വീഡിയോ. താങ്ക് യു വെരി മച്ച്.